ആൾക്കൂട്ടത്തെ ആഘോഷമാക്കിയ നേതാവ് 5 പതിറ്റാണ്ടുകാലം ജനക്കൂട്ടത്തിന്റെ നടുവിലായിരുന്ന കരോട്ട് വള്ളക്കാലിൽ കുഞ്ഞുഞ്ഞ് ഓർമ്മയായിട്ട് ഒരാണ്ട് തികയുന്നു. അഥവാ ഉമ്മൻചാണ്ടി ജനസമ്പർക്കം നിർത്തിയിട്ട് 1 വർഷമാകുന്നു. KSU യൂണിറ്റ് കമ്മിറ്റി മുതൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി വരെ നീണ്ട സംഘടനാ പ്രവർത്തനം, പുതുപ്പള്ളിയുടെ MLA മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വരെയായ പൊതുപ്രവർത്തനം, എന്നും ഏകാന്തത ഭയന്ന രാഷ്ട്രീയ നേതാവ്. പക്ഷേ പുതുപ്പള്ളിക്ക് കുഞ്ഞുഞ്ഞ് രാഷ്ട്രീയക്കാരനായിരുന്നില്ല, അവരുടെ വീട്ടുകാരനായിരുന്നു. ആയിരത്തി 1970 27-ാം വയസ്സിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരിക്കെ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിൽ അംഗത്തിനിറങ്ങി. സിറ്റിംഗ് MLA EM ജോർജിനെ 7288 വോട്ടിന് അട്ടിമറിച്ച പുതുപ്പള്ളി പിടിച്ചെടുത്തു. പിന്നീട് അങ്ങോട്ട് 12 തവണ 53 വർഷം പുതുപ്പള്ളിക്കാരുടെ സ്വന്തം MLA. കൊമ്പന് നെറ്റിപ്പട്ടം എന്ന പോലെ പുതുപ്പള്ളി എന്ന പേര് ഉമ്മൻചാണ്ടി കൊണ്ടു നടന്നു. പുതുപ്പള്ളിയിലും കോൺഗ്രസിനുള്ളിലും കേരള രാഷ്ട്രീയത്തിലും എന്നും ഒരു ഉമ്മൻചാണ്ടി പക്ഷം നിലനിന്നിരുന്നു. രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രത്തിൽ കുഞ്ഞുഞ്ഞ് പല വമ്പന്മാരെയും വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോഴും അടിത്തറ ജനങ്ങൾ തന്നെ. ഏത് കൊച്ചുകുഞ്ഞിനും എത്ര വലിയ ആൾക്കൂട്ടത്തിലും ഉമ്മൻചാണ്ടി എന്ന് നീട്ടി വിളിക്കാൻ കഴിയുന്ന അടുപ്പം ആ നേതാവിനോട് തോന്നി. ആ ജനകീയതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനസമ്പർക്ക പരിപാടി. 3 വർഷം കൊണ്ട് 12 ലക്ഷം പരാതികൾക്ക് പരിഹാരം. ആഗോളതലത്തിൽ വരെ ശ്രദ്ധേയമായി കുഞ്ഞുഞ്ഞിന്റെ ജനസമ്പർക്ക പരിപാടി. ഭരണമികവിന് ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം ലഭിക്കുന്ന ഏക മുഖ്യമന്ത്രിയായും ഉമ്മൻചാണ്ടി മാറി. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ, ഈ അടുത്ത കാലത്ത് പൂർത്തീകരിച്ച വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കേരളത്തിന്റെ ഈ വികസന നേട്ടങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടിയുടെ കരസ്പർശമുണ്ട്. സോളാർ കേസ് ആ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു കഴുനീഴലായി വന്നെങ്കിലും ജനങ്ങളുടെ കോടതിയിലും പരമോന്നത കോടതിയിലും നിരപരാധിത്വം തെളിയിക്കാൻ ഉമ്മൻചാണ്ടിക്കായി. ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് പൊട്ടിക്കരഞ്ഞവരും ആ ദേഹത്തെ അവസാനമായി കാണാൻ അനന്തപുരി മുതൽ അക്ഷരനഗരി വരെ അണിനിരന്നവരും ലക്ഷക്കണക്കിനാണ്. അതിൽ കുഞ്ഞുഞ്ഞിന്റെ പാർട്ടിക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ആ നേതാവിന്റെ സമ്പത്തും. ആൾക്കൂട്ടത്തെ തനിച്ചാക്കി ഉമ്മൻചാണ്ടി മടങ്ങിയിട്ട് ആണ്ടൊന്നാകുന്നു. ഉമ്മൻചാണ്ടി നമ്മെ നയിക്കും എന്ന് വിളിച്ച് ശീലിച്ച തലമുറകൾ ഇന്ന് അനാഥരാണ്. തികഞ്ഞ ജനാധിപത്യവാദിയായ ആ നേതാവ് ആൾക്കൂട്ടത്തിൽ ഇന്നും ജീവിക്കുന്നു.